നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ഓരോ മൃതദേഹത്തിനും വിമാന കമ്പനികൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പക്കൽ നിന്നും പ്രത്യേകം അനുവാദം വാങ്ങണം എന്നുള്ള പുതിയ നിർദ്ദേശം പ്രവാസികളെ ആകെ വലയ്ക്കുകയാണ്. ഇങ്ങനെ ആഭ്യന്തര മന്ത്രാലയം അനുവാദം കൊടുക്കാതെ ഒരു മൃതദേഹവും വിമാനങ്ങളിൽ കൊണ്ടുപോകാൻ സമ്മതിക്കരുതെന്ന് വിമാന കമ്പനികൾക്കും കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു പാകപ്പിഴയുണ്ടായാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് പ്രവാസികളെ സംബന്ധിച്ച്. വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാൻ. എൻ്റെ ചേട്ടനാണ് മരിച്ച ഷാജിലാൽ. റാസൽ ഖൈമയിൽ കഴിഞ്ഞ ദിവസം രാത്രി എംബാമിംഗ് കഴിഞ്ഞ മൃതദേഹവുമായി ദുബായ് വിമാനത്താവളത്തിലേക്ക് അയച്ചിട്ട് എല്ലാവരെയും വിളിച്ച് വിവരം പറഞ്ഞതാണ്. ഇന്ന് രാവിലെ മുറിയിലെത്തിയപ്പോഴാണ് മൃതദേഹം നാട്ടിൽ പോയില്ല എന്നറിയുന്നത്. വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാൻ. എൻ്റെ ചേട്ടനാണ് മരിച്ച ഷാജിലാൽ. റാസൽ ഖൈമയിൽ കഴിഞ്ഞ ദിവസം രാത്രി എംബാമിംഗ് കഴിഞ്ഞ മൃതദേഹം ദുബായ് വിമാനത്താവളത്തിലേക്ക് അയച്ചിട്ട് എല്ലാവരെയും വിളിച്ച് വിവരവും പറഞ്ഞതാണ്. ഇന്ന് രാവിലെ മുറിയിലെത്തിയപ്പോഴാണ് മൃതദേഹം നാട്ടിൽ പോയില്ല എന്നറിയുന്നത്. വല്ലാത്ത കഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ദുബായിൽ മരിച്ച ഷാജിലാലിൻ്റെ ഏക സഹോദരൻ ദുബായിലെ കൊറിയൻ കമ്പനിയിൽ ജോലിക്കാരനായ ഷിബുവിൻ്റെ വാക്കുകളാണിത്. ഇതിൽ തന്നെ ബന്ധുക്കൾ അനുഭവിക്കുന്ന മനോവിഷവും മാനസിക സമ്മർദ്ദവും എത്രമാത്രമാണ് എന്ന് വ്യക്തമാകും. റാസൽ ഖൈമയിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ച കായംകുളം കരിയിലകുളങ്ങര സ്വദേശി ഷാജിലാലിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ ഇന്നലെ രാവിലെ 11:30 ദുബായ് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അനുമതിയില്ല എന്ന വിവരം അറിയുന്നത്. കാർഗോ വിമാനമെങ്കിലും മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള പ്രവാസികളുടെ ആഗ്രഹത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ താൽക്കാലികമായ വിലക്ക് വീണിരിക്കുന്നത്. മുൻകൂട്ടി ഒരു അറിയിപ്പുമില്ലാതെ ഇത്ര സുപ്രധാനമായ വിഷയത്തിൽ അധികൃതർ കൈക്കൊണ്ട തീരുമാനത്തിൽ പ്രവാസികളുടെ പ്രതിഷേധവും ശക്തമാണ്. ഏറ്റവും ആദരമർഹിക്കുന്ന മൃതദേഹങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് ശരിയല്ല. സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി പറയുന്ന വാക്കുകളാണ്. അദ്ദേഹം അയക്കാൻ കഴിയാത്തതിൻ്റെ കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള ഉത്തരവാണ് എന്ന് മാത്രമായിരുന്നു ഫ്ലൈ ദുബായ് അധികൃതർക്ക് ലഭിച്ച മറുപടി. ദുബായ് ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്ന് എല്ലാ രേഖകളും രാത്രി തന്നെ ശരിയാക്കി നൽകിയതാണ്. ആരോഗ്യ വിഭാഗത്തിലെ സാമൂഹിക പ്രവർത്തകർ പ്രവീൺ ഇക്കാര്യവും പറയുന്നുണ്ട്. വൈകിട്ട് 5-ന് ഷാജിയുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഷാജി പുതുതായി നിർമ്മിച്ച കരിയകുളങ്ങരയിലെ വീടിന്റെ വളപ്പിൽ ഇന്നലെ രാത്രി തന്നെ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. സംസ്കാരത്തിനായി പല്ലുകുളങ്ങരയിൽ നിന്ന് കരയിലകുളങ്ങരയിലേക്ക് എത്തിയ ഷാജിലാലിന്റെ മാതാപിതാക്കളും വിവരം അറിഞ്ഞ് തിരികെ പോവുകയാണ് ഉണ്ടായത്. ഇനി മകന്റെ മൃതദേഹം എന്ന് കാണാനാകും എന്ന ആശങ്കയിലാണ് ഇവരുള്ളത്. കേന്ദ്ര നടപടി ഉണ്ടായാൽ ഇന്ന് മറ്റു വിമാനത്തിൽ മൃതദേഹം അയക്കാൻ സാധിച്ചേക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണിവർ. അല്ലെങ്കിൽ ഫ്ലൈ ദുബായ് ഇനി കൊച്ചിയിലേക്ക് ശനിയാഴ്ച മാത്രമേ മടങ്ങുകയുള്ളൂ. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ COVID-19 രോഗമല്ലാത്ത കാരണങ്ങളാൽ മരണപ്പെടുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള തടസ്സങ്ങളും കാലതാമസവും ഒഴിവാക്കാൻ ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസികൾക്ക് നിർദ്ദേശം നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.